ഇതും എല്ലോറ ഗുഹയുടെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് മൊബൈലിൽ കിട്ടുമെന്നില്ല, വലിയൊരു പാറയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പില്ലറുള്ള ഗുഹയാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുറ്റത്ത് 2 വലിയ സിംഹം നിൽക്കുന്നുണ്ട്. സിംഹത്തിൻ്റെ തല. ഇതാണിപ്പോൾ ഇവിടുത്തെ ഇതാണ് ഏറ്റവും വലിയ പില്ലർ ഈ ഗുഹയ്ക്കകത്താണെന്നാണ് പറയുന്നത്. ഇതൊക്കെ കരിങ്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം. ഇത് കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് ചുമരിൽ കല്ലുകൊണ്ട് ഒരുപാട് എന്താണ് പറയുന്നത്, പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. കൈയൊക്കെ പോയിട്ടുണ്ട്. ആ കയ്യിൽ പല ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന. ഇതിനകത്ത് ബുദ്ധരുടെ ഉണ്ട്, ഹിന്ദുയിസത്തിൻ്റെ ഉണ്ട്, പിന്നെ ജൈനന്മാരുടെ ഉണ്ട്. ഇതൊന്നും ആരും ആക്രമിച്ച് തകർത്തതല്ല, തന്നെ തകർന്നതാണ്. ഏറ്റവും വലിയ പില്ലറാണെന്നാണ് പറയുന്നത്. ഇത് ഹിന്ദുയിസ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ പണിഞ്ഞതാണ് ഇതാരോ. ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ എനിക്കറിയില്ല, ആരുടെ കാലത്ത് ആരാന്നുള്ളത്. ഇതൊക്കെ ഇതാണ് ചുവരിലെ കാഴ്ചകൾ. കണ്ടോ? എല്ലാം കരിങ്കല്ലിൽ കൊത്തിയതാണ് ഇതൊക്കെ. ഇത് മുഴുവൻ ഇതാണ്. ഇത് എന്താ പറയുക, ഇതിന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് ക്ലേ വെച്ചെന്തോ അടച്ച മാതിരി, ജോയിൻറ്റുകളിലൊക്കെ അടച്ച മാതിരി തോന്നുന്നുണ്ട്. ഒരു ക്ലേ കാണുന്നുണ്ട്. ഒന്നും കമ്പിയിലോ അങ്ങനെയുള്ളതിലോ ഒന്നിലും പണിഞ്ഞിട്ടില്ല. ഇതൊക്കെ വലിയ വലിയ ശില്പങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഒന്നും നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങുകയല്ല, മൊബൈലിൻ്റെ കണ്ടില്ലേ? ഇത്രയും വലിയ പ്രതിമകളാണ് ഇതൊക്കെ. ഇതെല്ലാം ചുവരിൽ ഇത് തന്നെയാണ്. കണ്ടോ? ഇതെല്ലാം ഒരു 4 ആൾ പൊക്കത്തിൽ ഉള്ള പ്രതിമയാണിത്. ഞാനവിടെ ഇതിൻ്റെ ചവിട്ടി ചെന്ന് കഴിയുമ്പോൾ ആ മുട്ടിനെക്കാട്ടിലും ഇച്ചിരി ആയിട്ടേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് കണ്ടാലോ വീടുണ്ടാവും. ഇത് കണ്ടോ? ഈ പാറയിലൊക്കെ ഉളി വെച്ച് കൊത്തിയതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. ആകാശം മുട്ട നിൽക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല, താഴെ ഇറങ്ങണം. ഇത് കണ്ടോ? ഇതൊക്കെ ഒരു ചുമരിലുള്ള ചിത്രങ്ങളാണിത്. ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ്. ഇത് കണ്ടോ?
ഇത് മുഴുവൻ കൊത്തിയിറക്കിയതാണ്. ഇതൊക്കെ ഇനി അകത്തോട്ട് വേറെ ഗുഹകളൊക്കെ ഉണ്ട് അതിനകത്തോട്ട്. ഇനി അവിടെ ഒന്നും പോകാൻ സമയമില്ല. ഇതൊരു സിംഹപ്രതിമയാണ്. ഇതാണ് അജന്ത എല്ലോറ ഗുഹകളിലെ ചിത്രങ്ങൾ. ഇതൊക്കെ ഇതിനകത്ത് വവ്വാലുകളുണ്ട്. വവ്വാലുകൾ കണ്ടവാനുണ്ട്. ഇരുട്ടാണ്, ഒന്നിലും ലൈറ്റിംഗ് ഇല്ല. വവ്വാലുകളൊക്കെ പറക്കുന്നുണ്ട്. വവ്വാലിൻ്റെ മൂത്രം ഭയങ്കര സ്മെല്ലും ഉണ്ട്. ഇതൊരു ചുറ്റമ്പലം മാതിരിയാണ്. ഇതിൻ്റെ 4 വശവും ഇങ്ങനെ ഓരോ പ്രതിമകൾ. അത് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇരുട്ടാണ്. ഇതൊക്കെ ഒരു പ്രതിമയാണ് ഈ നിൽക്കുന്നതൊക്കെ. പക്ഷെ നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണുകയില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ചുവരൊക്കെ പൊളിയാൻ തുടങ്ങി. കണ്ട, അങ്ങനെ കാണുമ്പോഴാണ് ആ വെളുത്ത ചുണ്ണാമ്പുകാരി എന്തോ കാണുന്നുണ്ട്. പശ പിടിപ്പിച്ചിട്ടുണ്ട് കല്ല് തമ്മിൽ ജോയിൻ്റ് അടിക്കാൻ. ഇതാണ് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഉള്ള ഒരു കാഴ്ച. എല്ലാം വലിയ തൂണിൽ കണ്ടില്ലേ. ഇതൊക്കെ ഇതിനകത്ത് ഏറ്റവും വലിയ ശില്പങ്ങളും ഏറ്റവും വലിയ തൂണുമുള്ള ഗുഹയാണിത് കാണുന്നത്. എല്ലാം ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണൊക്കെ തുപ്പിയിട്ട് നിൽക്കുന്നത്. ആ വെള്ളത്തുപ്പി. ഇതൊരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുണ്ട്. പൂണൂന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാലിനടിയിൽ പോയിട്ട് ഇതൊക്കെ കൊത്തി ഇറക്കിയതാണ്. പാറകളാണ്, വലിയ പാറകളൊക്കെ. ഏത് മാസമുണ്ട്? അപ്പൊ ഇതൊക്കെയാണ് കാഴ്ചകൾ. ആ കണ്ട് ഇതാണ് ഭിത്തിയുടെ കാഴ്ചകൾ. കണ്ട ചുണ്ണാമ്പ് വരെയുള്ളത് അവിടെ നിന്ന്. ശരി, ഓക്കെ, താങ്ക് യു.